ഹലോ മക്കളെ, നമുക്കറിയാം +1 +2 സയൻസ് എടുത്ത കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. അതായത് നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നീറ്റ് എക്സാം എഴുതാം. അതേപോലെ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന മെയിൻ 2 എക്സാമാണ്, ഒന്ന് JEE എക്സാം, അതേപോലെ തന്നെ കീം എക്സാം. അതേപോലെ നിങ്ങൾക്ക് കുസാറ്റിലോട്ട് എഴുതാൻ അതിനൊരു എൻട്രൻസ് എക്സാം ഉണ്ട്, കുസാറ്റിൻ്റെ എക്സാം ഉണ്ട്. അതേപോലെ NDA എക്സാം, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാം ഉണ്ട്. പിന്നെ CUET, അതായത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ +2 ശേഷം ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അതേപോലെ അലിഗഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാമാണെന്ത്, CUET എക്സാം. അങ്ങനെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മുന്നിലുണ്ട്. അപ്പം അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ആക്ച്വലി. കാരണം എന്താ, +1 +2 NCERT ബേസ്ഡ് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം അതല്ല. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് +1 +2 കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഈ 4 ടോപ്പിക്ക് നിങ്ങൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ +1 +2 NCERT പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സാമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ കൂടെ ഈ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പറ്റും. ആർക്ക്? ഈ ഒരു 2 വർഷം സീരിയസ് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക്. അപ്പം രണ്ടിൻ്റെയും പാറ്റേൺ ഒരേപോലെയാണോ? അതായത് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന അതേ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണോ നീറ്റിനും ജെയ്ക്കും ചോദിക്കുക? അതല്ല, സിലബസ് സെയിം ആണെങ്കിലും ചോദിക്കുന്ന പാറ്റേണിൽ എന്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ ഇതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള കോച്ചിങ്ങിന് പോകേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. കാരണം ബോർഡ് എക്സാമും അതേപോലെ ഈ ഒരു എൻട്രൻസ് എക്സാമും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ബാച്ചാണ് സൈലത്തിൻ്റെ കിങ്സ് 11 JEE നീറ്റ് ബാച്ച്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ബോർഡ് ബേസ്ഡ് ആയിട്ടും അതേപോലെ എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ലൈവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കിങ്സ് 11 ബാച്ച് പർച്ചേസ് ചെയ്ത കുട്ടികൾക്ക് അഗ്നി ബാച്ച് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സസ് ലഭിക്കുന്നുണ്ട്. ലാസ്റ്റ് അതേപോലെ തന്നെ റിവിഷനും കാര്യങ്ങളൊക്കെ ഈ ബാച്ച് പർച്ചേസ് ചെയ്ത കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബാച്ചിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓണം വരികയാണ് അല്ലേ. അപ്പോൾ ഓണത്തിന് എല്ലാത്തിനും ഓഫറാണ്. അതേപോലെ സൈലത്തിൻ്റെ ഈ കിങ്സ് 11 നീറ്റ് JEE ബാച്ചിനും സൈലം ഓണം പ്രമാണിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓണം 10 എന്നുള്ള കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് ഈ ഓഫർ എന്ത് ചെയ്യാൻ ലഭ്യമാക്കാം. ആൾറെഡി ക്ലാസ്സും കാര്യങ്ങളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ക്ലാസ് റെക്കോർഡ് ആയതുകൊണ്ട് ഇനി പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ആ റെക്കോർഡ് ക്ലാസ് പോയിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം ആപ്പിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം ലേറ്റ് ആവുന്നതോറും നമുക്ക് എന്ത് ചെയ്യും, കുറേ ക്ലാസ് ബാക്ക്ലോഗ്സ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ലൈവിൽ വെച്ച് കാണാം, ക്ലാസ്സിൽ വെച്ച് കാണാം. അതുവരെ